ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് യാതൊരു രക്ഷയില്ലാത്ത എപ്പിസോഡാണ്. ലാലേട്ടൻ്റെ പ്രത്യേകിച്ച് ഈ ഷർട്ടിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ എന്നമ്മോ യാതൊരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ലാലേട്ടൻ്റെ സ്റ്റൈലൊന്നും വേറെ തന്നെയാണ്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നു എന്നുള്ളത്. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞായറാഴ്ച ദിവസമാണ്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടത് അനീഷിൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നി. കാരണം അനീഷിനെ നമ്മൾ ആദ്യ ദിവസം മുതൽ അവിടുത്തെ ഏറ്റവും വലിയ ചൊറിയൻ എന്ന് പേര് കേട്ടാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷ അല്ലേ. എല്ലാവരും ഒരുപോലെ എതിർക്കുന്ന, എല്ലാവരുമായിട്ട് ചൊറിയുന്ന, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷായിട്ട് മാറി. ആ അനീഷിനെ ഷേവിംഗ് ക്രീം തേക്കാൻ പറയുമ്പോഴും എല്ലാവരും കൊണ്ടുവന്ന് ഒട്ടിച്ചത് അനീഷിൻ്റെ മുഖത്താണ്. അങ്ങനെ ബിഗ് ബോസ് ആദ്യമായിട്ട് 7ന്റെ പണി കൊടുത്തു. അങ്ങനെ അനീഷ് ആ പ്രാവശ്യത്തെ ക്യാപ്റ്റനായിട്ട് മാറും. മറ്റു മത്സരാർത്ഥികളെല്ലാം ഞെട്ടിത്തിരിച്ചു. പക്ഷേ അനീഷിനോട് എല്ലാവർക്കും എതിർപ്പായിരുന്നു. ആദ്യ ദിനം തൊട്ട് തന്നെ എതിർപ്പുണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ മത്സരാർത്ഥികളുടെ ഉള്ളിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ അനുവും ശരത്ത് ഇവരൊക്കെ തന്നെ എന്തിനോ അനീഷിനോട് ഭയങ്കര ശത്രുത തന്നെയായിരുന്നു. അനുവിന് ചെറിയൊരു ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ മാറി അനുവൊക്കെ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പം അത് ലെവലങ്ങ് മാറിയായിരുന്നു അപ്പാനി ശരത്തുമായിട്ട്. പക്ഷെ അതെല്ലാം മാറി വരുന്നതായിട്ടാണ് ഇന്നലെ കാണുന്നത്. അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ 15 മത്സരാർത്ഥികളിൽ ഒരാളുടെ പേര് പറഞ്ഞു. അത് അനീഷിൻ്റെ പേരായിരുന്നു. അനീഷിൻ്റെ പേര് പറയുകയും തന്നെയല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ പറയാത്തുള്ളത്, അത് അനീഷ് മാത്രമല്ല. അനീഷിൻ്റെ പേരാരും പറയാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അന്നും അനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു. ഇവിടുത്തെ മോശപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയും അനീഷാണ്, ഇവിടുത്തെ മികച്ച ഗെയിമറും അനീഷാണ്. ആ ഒന്നിൽ നിന്ന് അനീഷിൻ്റെ 3-4 ദിവസമായുള്ളൂ, അപ്പോഴത്തേന് അനീഷിൻ്റെ ലെവൽ അങ്ങ് വേറെ മാറി എന്നുള്ളതാണ്. എല്ലാവരും വെറുക്കപ്പെട്ട ഒരു മത്സരാർത്ഥി ഇന്നലെ ലാലേട്ടൻ കൊടുത്തു. മികച്ച ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചപ്പം 4 സ്റ്റാറാണ് നേടിയത്. അതുപോലെ മറ്റു പലരുടെയും മനസ്സിലുണ്ട് അനീഷ് ആണ് മികച്ച ഗെയിമർ എന്ന്. അത് പലപ്പോഴും അവർ ലൈവിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. നമ്മുടെ ചൈത്യ സന്തോഷ്, അഭിലാഷ്, നോറ, ആദില് ഇവരൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇവരൊന്നും കൃത്യമായിട്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളത് വേറെ. പക്ഷെ 4 പേര് വോട്ട് ചെയ്തു. അത് അനീഷിൻ്റെ വൻ വിജയമാണ്. എല്ലാവരും വെറുക്കപ്പെട്ടവനായി മാറി അനീഷ് 4 വോട്ടുമായിട്ട് മികച്ച ഗെയിമർ പട്ടികയിൽ 2ാം സ്ഥാനത്ത് വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷാനവാഫും അനീഷും തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്, ഒരു പ്രത്യേക ബോണ്ടാണ്. അനീഷ് അവിടുത്തെ ഏറ്റവും മികച്ച ഗെയിമറായിട്ട് തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു ഷാനവാഫിനെയാണ്. അതിന് അനീഷ് പറയുന്ന ക്യാപ്റ്റനായുള്ള ഷാനവാഫിൻ്റെ പ്രകടനം അപാരമെന്ന് പറയുന്നുണ്ട്. വളരെ സങ്കീർണമായ പ്രശ്നത്തിലൂടെ പോയപ്പോഴും ഷാനവാഫിൻ്റെ ഇടപെടൽ വളരെ നന്നായി ഇടപെടലാണ്. അത് കൃത്യമായിട്ട് അനീഷ് മനസ്സിലാക്കുകയും അനീഷ് മികച്ച ഗെയിമറായിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ തിരഞ്ഞെടുത്തത് ഈ ഷാനവാഫിനെയാണ്. പക്ഷേ വേറെ ഒറ്റ മത്സരാർത്ഥികൾ ഷാനവാഫിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഷാനവാഫ് ഒരു മികച്ച ഗെയിമർ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം കഴിഞ്ഞില്ല. അതോ ഗ്രൂപ്പ് എഫത്തിൽ അവർ കിടന്ന് ആടി ഉലയുക എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അനീഷിൻ്റെ പേര് പറഞ്ഞ വേറെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ച 2 പേരുണ്ട്. ഒന്ന് കലാഭവൻ ഫരികയെ പറ്റി പറയുകയാണെങ്കിൽ അപ്പാനി ശരത്തുമായിട്ട് ഇരുന്നു കൊണ്ട് അനീഷിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അനീഷ് അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരുന്ന കലാഭവൻ ഫരിക ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം ഫരികയുടെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം. ഫരിക പറയുന്നു അനീഷായിരുന്നു ശരി, അനീഷാണ് ഇവിടുത്തെ മികച്ച ഗെയിമർ എന്ന് ഫരിക പറയുമ്പോൾ അവിടുത്തെ പല മത്സരാർത്ഥികളും കൃത്യമായിട്ടുള്ള ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുപോലെ രേണുസുതി പറയുന്ന കാരണം ഞാൻ ജയിലിൽ ഇരുന്നപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ, അപ്പം നെല്ലിക്ക എന്ന് പറയുന്ന സംഗതി ഭരണിക്കാത്തതുണ്ട്, എറിഞ്ഞ് ഇടിയിപ്പിക്കണമായിരുന്നു. അത് അനീഷ് അവിടെ വന്ന് നിന്ന് എന്നോട് പറഞ്ഞ് ചേച്ചി അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അനീഷ് ചെയ്യിപ്പിച്ചു. ഇവിടുത്തെ മികച്ച ഗെയിമർ
എല്ലാവരുമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്ന ഒറ്റ ഗെയിമറേ ഉള്ളൂ, അത് അനീഷാണെന്ന് രേണുസുതിയും സരികയൊക്കെ പറയുമ്പം സത്യം പറഞ്ഞ അപ്പാനിയുടെയും അക്ബറിൻ്റെയൊക്കെ ഒന്ന് മോഹം കാണുമായിരുന്നു. വെള്ളറി വെളുത്ത അപ്പാനിയും ശരത്തുമൊക്കെ. അതുപോലെ വേറെ ഒരാൾ അനീഷിൻ്റെ പേര് പറഞ്ഞ വേറെ ഒരാളെന്ന് പറഞ്ഞാൽ അനു നേരത്തെ മുതൽ അനീഷിൻ്റെ പേര് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അനീഷിൻ്റെ പേര് പറയാനുള്ള കാരണം അനു വേറെ ട്രാക്ക് മാറിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ അനുവിന് കൃത്യമായിട്ട് മനസ്സിലായി അനീഷിനോ പുറത്തുള്ള സപ്പോർട്ട് എന്തുമാത്രം ഉണ്ടെന്ന്. കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുവാണ്. അവിടെ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന 3 പേരിൽ ഷാനവാസ്, അനീഷ്, അനു, കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷേ അവർ ഈ കറക്റ്റ് ട്രാക്കിലേക്ക് വരണം. എനിക്കൊന്ന് അഭിലാഷിനൊക്കെ ചെറിയ മനമാറ്റം ഉണ്ടായിട്ടുണ്ട്. അഭിലാഷൊക്കെ കൃത്യമായിട്ട് ട്രാക്കിലേക്ക് വരുന്നു. ഇപ്പോഴും വരാത്ത ഒത്തിരി പേരുണ്ട്. അത് ഒന്ന് അപ്പാനി ശരത്തിനെ ലാലേട്ടൻ ഈ പ്രാവശ്യം പറഞ്ഞു, നീ എന്തിനിങ്ങനെ കിടന്ന് അലയ്ക്കുന്നു, നീ ട്രാക്കിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ മത്സരാർത്ഥികളും വീതം വെച്ച് കൊടുക്കുകയായിരുന്നു. അക്ബറിന് 2 വോട്ട് കിട്ടി, ജിഫേലിന് 6 വോട്ട് കിട്ടി, പിന്നെ അക്ബറിന് 2 വോട്ട് കിട്ടി, ഷാനവാസിന് 1 വോട്ട്. അങ്ങനെയാണ് വീതം വെച്ച് പോയത്. ഏതായാലും ഇത്രയും മത്സരാർത്ഥികൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അനീഷിൻ്റെ മുഖമൊന്ന് കാണുമായിരുന്നു, സന്തോഷം തോന്നി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സത്യം പറഞ്ഞ പല മത്സരാർത്ഥികളും അനീഷ് എന്ന് പറയുന്ന ഗെയിമറെ മനസ്സിലാകും. അനീഷിൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. അനീഷ് പല സമയത്തും ചൊറിയുന്ന ഒരു സംസാരമുണ്ട്. അത് ആ ഗെയിമിൻ്റെ ഭാഗമാണ്. ലാലേട്ടൻ തന്നെ അനീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടാ, ഞാൻ ഇങ്ങനെ പെരുമാറത്തുള്ളൂ, എനിക്ക് എൻ്റെ ഗെയിം ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ അനീഷിൻ്റെ ചില നന്മകൾ, ഒരു നന്മയില്ലാത്ത മനുഷ്യൻ, ഒരു സ്നേഹവുമില്ലാത്ത മനുഷ്യൻ, ആരോടും ഒരു ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യൻ എന്ന് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ഇപ്പം നന്മയുള്ളവനാണ്, ആത്മാർത്ഥതയുള്ളവനാണ്, കൂട്ടത്തിൽ നിർത്താൻ കൊള്ളാവുന്നവനാണ് എന്ന് അവിടുത്തെ 4 മത്സരാർത്ഥികൾ പറയുന്നുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ വൻ വിജയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് മുമ്പ് വരെ അനീഷ് അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അനീഷ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടം കൂടി വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഗെയിം ചേഞ്ച് തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നു. കാരണം അവിടെ ഭയങ്കര ഗ്രൂപ്പിസമാണ്. ആ ഗ്രൂപ്പിസം ഒക്കെ മാറി എല്ലാവരും കൃത്യമായിട്ട് ഗെയിമിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായ നീക്കങ്ങളായിരിക്കാം അനീഷ് ഒരുപക്ഷെ നടക്കുന്നത്. അനീഷിൻ്റെ സത്യം പറഞ്ഞാൽ അനീഷിൻ്റെയും ഗെയിം ചേഞ്ച് ചെയ്യേണ്ട സമയമായി. കാരണം അനീഷ് ഇന്നേ വരെ നിന്നേക്കുന്ന ഗെയിം ഒക്കെ ഓക്കെ മാറ്റി മത്സരാർത്ഥികളൊന്നും ചിത്രത്തിലേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അനീഷിൻ്റെ ഏത് ചെയ്താലും അനീഷ് ജയിക്കുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനല്ല. മികച്ച പല മത്സരാർത്ഥികളും ഉയർന്നു വരുന്നുണ്ട്. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അനീഷ് വല്ലാതെ പാടുപെടും. പക്ഷേ ഇന്നലെ വരെ അവിടുത്തെ മികച്ച ഗെയിമറും കണ്ടൻറ്ററും എല്ലാം തന്നെ അനീഷ് തന്നെയാണ്. അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന എപ്പിസോഡായിരുന്നു ഇന്നലത്തെ. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെന്തൊക്കെ മാറ്റമുണ്ടാകും എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. ഒക്കെ ബൈ.